കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ആദ്യ ബാച്ചിലെ ചിലർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമ്പോൾ കെ.എസിനെതിരായ പ്രതിഷേധം ശക്തമാക്കാൻ സർവീസ് സംഘടനകൾ. വിവിധ വകുപ്പുകളിൽ കെ.എസുകാരെ നിയമിച്ചത് അവിടെ നിലവിലുള്ള സമ്പ്രദായങ്ങൾ അതുപോലെ തുടർന്നു പോകാനല്ല, തിരുത്താനുള്ളവർ തിരുത്താൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഒന്നാം വാർഷിക സമ്മേളനവും കെ.എസ് ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വിമർശനം ആയുധമാക്കാനാണ് സർവീസ് സംഘടനകളുടെ തീരുമാനം. മാറ്റമുണ്ടായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെ.എസ് എന്ന ചോദ്യം സർവീസ് സംഘടനകൾ ഉയർത്തും. ഇത്രയും പ്രക്രിയകളിലൂടെ നിങ്ങളെ തെരഞ്ഞെടുത്ത വിവിധ വകുപ്പുകളിൽ നിയമിച്ചത് അവിടെ നിലവിലുള്ള സമ്പ്രദായങ്ങൾ അതുപോലെ തുടർന്നു പോകാനല്ല എന്ന തിരിച്ചറിവുണ്ടാവണം. ആ വകുപ്പുകളിൽ പുരോഗമനാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയണം. പുതുപാത വെട്ടിത്തുറക്കാനാകണം. ചുവപ്പുനാട പഴയതുപോലെയില്ല, പക്ഷെ ചില വകുപ്പുകളിൽ ഇപ്പോഴുമുണ്ട്. അത് മാറ്റിയെടുക്കണം. അടുത്ത ബാച്ചിനെ നിയമിക്കാനുള്ള നടപടി അന്തിമഘട്ടത്തിലാണ്. പാട്രിയാർക്കിസം എന്ന പ്രയോഗം അറിയാമല്ലോ. ഇന്നത് പഴയതുപോലെ നിലനിൽക്കുന്നില്ല. എന്നാൽ ചില വകുപ്പുകളിൽ ഏറിയും കുറഞ്ഞുമെല്ലാം അത് നിലനിൽക്കുന്നുണ്ട്. അതിനെ കൂടി ഇല്ലാതാക്കാനാണ് നിങ്ങളെ നിയമിച്ചതെന്ന ഓർമ്മ വേണം. അപ്രധാന വകുപ്പുകൾ എന്നൊരു വിഭാഗമില്ല. ബ്യൂറോക്രസിയുടെ ചട്ടക്കൂട് ഭേദിക്കണം. ഫയലുകളിൽ കാലതാമസം പാടില്ല. ജനപ്രതിനിധികളെ വില കുറച്ചു കാണരുത്. ജനങ്ങൾക്കുള്ള ആനുകൂല്യം എത്രയും പെട്ടെന്ന് നൽകലാകണം ഫയൽ നോട്ടത്തിന്റെ മാനദണ്ഡം. ഇതാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഗുരുതര പരാമർശങ്ങളാണ് ഇതിലുള്ളത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ രണ്ടാം ബാച്ചിന്റെ വിജ്ഞാപനം നീളുന്നതിനിടയിലാണ് പിണറായിയുടെ പരാമർശം. നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇതിനായി കാത്തിരിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് അടുത്ത കെ.എസ് നിയമനത്തിനുള്ള നടപടികളിലേക്ക് കടക്കാൻ ധാരണയായത്. 2019 നവംബർ 1-നായിരുന്നു ആദ്യ വിജ്ഞാപനം. 2021 ഒക്ടോബറിൽ 29 തസ്തികകളിലായി 105 പേർക്ക് നിയമനം ലഭിച്ചിരുന്നു. 2 വർഷത്തിലൊരിക്കൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കണമെന്നാണ് കെ.എസ് സ്പെഷ്യൽ റൂളിലുള്ളത്. ഇതുപ്രകാരം 2021 രണ്ടാം വിജ്ഞാപനം ഇറങ്ങേണ്ടതായിരുന്നു. തസ്തികകൾ കണ്ടെത്താനാവാതെ വന്നതോടെ അത് പാലിക്കാൻ കഴിഞ്ഞില്ല. കെ.എസിൽ പ്രവേശിക്കുന്നവർ 8 വർഷം കേഡർ തസ്തികയിൽ തുടരുന്നതിനാൽ പുതിയ ഒഴിവുകൾ കുറവാണ്. ഇതിന് പരിഹാരമായി രണ്ടാം ബാച്ച് മുതൽ കേഡർ സ്ട്രെങ്തായ 105-ൽ 31 തസ്തികകൾ കെ.എസ് മാതൃകയിൽ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷൻ റിസർവ് ആക്കാനാണ് നീക്കം. ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിൽ പോകുമ്പോൾ ഒഴിവ് വരുന്ന തസ്തികകളിൽ കേന്ദ്രം നിയമനം നടത്തുന്ന രീതി കെ.എസിലും നടപ്പിലാക്കാനാണ് നീക്കം. ഇതിനായി കെ.എസ് സ്പെഷ്യൽ റൂൾ ഭേദഗതി ചെയ്യും. ഡെപ്യൂട്ടേഷൻ എല്ലാ വകുപ്പിലും കണ്ടെത്താൻ ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത സെക്രട്ടറിമാരുടെ യോഗത്തിൽ തീരുമാനമായിരുന്നു. എന്നാൽ ഇതിനെ സർവീസ് സംഘടനകൾ അനുകൂലിക്കുന്നില്ല. പിണറായിയുടെ വിമർശനം ചർച്ചയാക്കി കെ.എസിനെതിരെ പ്രചരണം അവർ ഇനിയും ശക്തമാക്കും. ഡെപ്യൂട്ടേഷൻ റിസർവായി 40ഓളം ഒഴിവ് കണ്ടെത്തിയെങ്കിലും ഇത് കെ.എസിൽ ഉൾപ്പെടുത്തി പി.എസ്.സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സർവീസ് സംഘടനകളുടെ സമ്മർദ്ദമാണ് വിജ്ഞാപനം വൈകാനുള്ള പ്രധാന കാരണം. ഈ വർഷമെങ്കിലും വിജ്ഞാപനം വന്നില്ലെങ്കിൽ പ്രായപരിധി പിന്നിടുന്ന വലിയ വിഭാഗത്തിന് കെ.എസിലേക്കുള്ള അവസരം നഷ്ടമാകും. സെക്രട്ടേറിയറ്റിൽ നിന്ന് തസ്തികകൾ കെ.എസിലേക്ക് മാറ്റരുതെന്നാവശ്യപ്പെട്ട് സർക്കാരിന് CPM അനുകൂല സംഘടനകളുടെ കത്ത് ലഭിച്ചിരുന്നു. കൂടുതൽ തസ്തികകൾ ഉൾപ്പെടുത്തിയാൽ സെക്രട്ടേറിയറ്റ് സർവീസ് തന്നെ ഇല്ലാതാകുമെന്ന് വാദം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തസ്തികകൾ കെ.എസിനായി നീക്കിവെക്കണമെന്നും ബദൽ നിർദ്ദേശം രണ്ടാം ഘട്ട കെ.എസ് വിജ്ഞാപനത്തിനായി സെക്രട്ടേറിയറ്റിലടക്കം തസ്തികകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. 44 തസ്തികകളും സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ തസ്തികകളും പുതിയ വിജ്ഞാപനത്തിനായി കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ രംഗത്തെത്തിയത്. ഡെപ്യൂട്ടേഷൻ തസ്തികകൾ കെ.എസിലേക്ക് മാറ്റിയാൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റത്തെ അത് ബാധിക്കും. അതിനാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉയർന്ന തസ്തികകൾ കെ.എസിലേക്ക് മാറ്റിവെക്കണമെന്നാണ് ബദൽ നിർദ്ദേശമായി സമർപ്പിച്ചത്.